വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഓംലേറ്റ് ആണ്. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി 2 ബ്രെഡ്, 2 മുട്ട, പച്ചമുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സവോള, ഉപ്പ്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട ഉടച്ചൊഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് പച്ചമുളക്, ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുരുമുളക് പൊടി, വളരെ കുറച്ച് കുരുമുളക് പൊടി മതി. നമ്മൾ അതിനുശേഷം ഇടുന്ന മുളക് പൊടി വളരെ ഒരു കളർ വരുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. വളരെ കുറച്ച് മതി. അതിനുശേഷം ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സവോള കൊടുക്കുന്തോറും നല്ല ടേസ്റ്റ് കൂടും. അന്നേരം വളരെ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതാണ് സവോളയാണ് ഇടുന്നത്. ഒരു അരമുറിയോളമുള്ള ഒരു സവോളയുടെ പകുതി എടുത്തിട്ടാണ് ഞാൻ ഇതാക്കിയത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമ്മുടെ ഈ ബൗളിൽ നമ്മൾ മുട്ടയുടെ കൂടി ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കുക. അതായത് ഈ ഉപ്പും മുളകും അതുപോലെ തന്നെ സവോള ഇതെല്ലാം ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ കൊടുക്കണമെന്ന് ഇല്ല, അതിന് പകരമായിട്ട് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ബ്രെഡ് നമ്മൾ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഒന്ന് 2 ഭാഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ബ്രെഡ് ഓംലേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഒരു യാത്രയ്ക്ക് പോകുമ്പോഴാണെങ്കിലും അതുപോലെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ 2 വശവും അത് മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. അത് കാരണം നമ്മളത് ഒന്ന് മുരിച്ചെടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കുക. നേരെ നമ്മുടെ ബ്രെഡ് ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഇഷ്ടപ്പെടും. കാരണം മുട്ടയിൽ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട്. അന്നേരം നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഡിഷും കൂടിയാണ്. നമ്മളിനി ഈ മുരിഞ്ഞ ബ്രെഡ് 2 ബ്രെഡ് കഷ്ണം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്നാ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയുണ്ടല്ലോ, മുട്ടയും മറ്റേ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ളത്, അത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ റൗണ്ടിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തിൽ ഹൈ ഫ്ലെയിമിലിടണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അന്നേരം നമുക്കൊരു 2-3 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ഭാഗത്തും ആകുന്നതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരം ഒരു 2-3 മിനിറ്റ് അത്രയും മതി. അന്നേരത്തേക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു പച്ചപ്പ് ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ആ 2 ബ്രെഡ് കഷ്ണം അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഓംലേറ്റ് ചെയ്തതിൻ്റെ മേളിലേക്ക് 2 ബ്രെഡും വെച്ച് കൊടുക്കുക. ഇനി ഏകദേശം ആയിട്ടുണ്ട്. അന്നേരം നമുക്കിത് ജസ്റ്റ് ഒന്ന് മറിച്ചിടാവുന്നതാണ്. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, മുറിഞ്ഞു വന്നിരിക്കും, ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് മറിച്ചിടുക കേട്ടോ. നമുക്കന്നേരം കറക്റ്റായിട്ട് കിട്ടും. ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അന്നേരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം നമുക്കിത് കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അന്നേരം അവർക്ക് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി നമുക്കിത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു ഏത് രീതിയിൽ നമുക്ക് ഇതാക്കാം. കാരണം കുട്ടികളെ അട്രാക്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ വൈറ്റമിൻസ് അടങ്ങിയ ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.